മുൻവിധികളില്ലാതെയും പ്രത്യേകിച്ച് നോവൽ വായിക്കാതെയുമാണ് നിങ്ങൾ ആടുജീവിതം കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കത് അവിസ്മരണീയമായ ഒരു അനുഭവമായിരിക്കും. 60കൾക്കു ശേഷമുള്ള കാലഘട്ടത്തിൽ ഒരു ശരാശരി മലയാളി യുവാവിന്റെ സ്വപ്നമായിരുന്നു ഗൾഫ് ജീവിതം. മലയാളികൾക്കിടയിലെ ഗൾഫ് സങ്കല്പങ്ങളെ പാടെ തകിടം മറിച്ചു കളഞ്ഞ നോവലാണ് ബെന്യാമിന്റെ ആടുജീവിതം. എന്നാൽ ആടുജീവിതം എന്ന സിനിമ ബ്ലസ്സിയുടേത് മാത്രമാണ്. 16 വർഷങ്ങളോളം ആടുജീവിതത്തിന്റെ തന്മാത്രകളിലൂടെ സഞ്ചരിച്ചാണ് അദ്ദേഹം ഈ സിനിമ സാക്ഷാത്കരിച്ചിരിക്കുന്നത്. ഓരോ ഫ്രെയിമിലും അദ്ദേഹത്തിന്റെ പ്യുവർ പാഷനാണ് നമുക്ക് കാണാൻ കഴിയുക. കുറഞ്ഞ കാലയളവിൽ വിജയം നേടാൻ ശ്രമിക്കുന്നവരുടെ ഈ ലോകത്ത് ഈ സിനിമയ്ക്കായി 16 വർഷങ്ങൾ മാറ്റിവെച്ച ബ്ലസ്സി എന്ന ക്രിയേറ്ററുടെ വിഷന് തുല്യം ഒന്നുമില്ല. 1000ഓളം മൈലുകൾ അകലെ തന്റെ കുടുംബത്തിന്റെ ഭാവി സുരക്ഷിതമാക്കാൻ ഗൾഫിലെത്തുന്ന യുവാവായ നജീബ് മരുഭൂമിയിൽ ഒരു അറബിയുടെ കീഴിൽ അടിമപ്പണി ചെയ്യാൻ നിർബന്ധിതനാവുകയാണ്. നജീബായി ഒരു പരകായ പ്രവേശം തന്നെയാണ് പൃഥ്വിരാജ് നടത്തിയിരിക്കുന്നത്. നജീബിന്റെ ഒറ്റപ്പെടലിന്റെ തീവ്രതയും നിസ്സഹായ അവസ്ഥയും തന്നെ കാത്തിരിക്കുന്ന ജീവിതത്തെക്കുറിച്ചുള്ള ഭയവും എല്ലാം തന്നെ അനായാസമാണ് പൃഥ്വിരാജിന്റെ മുഖത്ത് മിന്നിമറയുന്നത്. അറബിയുടെ മനുഷ്യത്വരഹിതമായ പീഡനങ്ങൾ നേരിട്ടുകൊണ്ട് നാളുകൾ പിന്നിടുമ്പോൾ ഒരിക്കൽ യാദൃശ്ചികമായി ഒരു വാഹനത്തിന്റെ റിയർവ്യൂ മിററിൽ തന്റെ താടി വളർന്ന വികൃതമായ മുഖം ആദ്യമായി കാണുമ്പോഴുള്ള അദ്ദേഹത്തിന്റെ ഭാവമാറ്റം, ആടുകൾ മൂകമായ ഭാഷ കൊണ്ട് നജീബിനെ സമാധാനിപ്പിക്കുന്നതും ആടുകളിൽ ഒരാളായി തീരുന്ന നജീബ് അവയോട് അവസാനമായി യാത്ര ചോദിക്കുന്നതുമായ രംഗങ്ങൾ, ഒടുവിൽ താൻ ആർക്കുവേണ്ടി ജോലി ചെയ്തിരുന്നുവോ അയാൾ തന്റെ സ്പോൺസർ അല്ലായിരുന്നുവെന്ന് തിരിച്ചറിയുന്ന നിമിഷം, ഇവയെല്ലാം തന്നെ പൃഥ്വിരാജിന്റെ അഭിനയ മികവിൽ ഭദ്രമാണ്. മസർ എന്ന നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പോകുന്ന ദിവസം തന്റെ വസ്ത്രങ്ങൾ ഊരി പൈപ്പിൻ ചുവട്ടിലേക്ക് നടക്കുന്ന പൃഥ്വിരാജിൽ കാണുന്ന ശാരീരിക മാറ്റമാണ് ബ്രെത്ത് ടേക്കിംഗ് ആയിട്ടുള്ള മറ്റൊരു കാഴ്ച. നജീബായി മാറാൻ പൃഥ്വിരാജ് എത്രത്തോളം തന്നെ സമർപ്പിച്ചിരിക്കുന്നുവെന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം. പൃഥ്വിക്കൊപ്പം തന്നെ അഭിനയ മികവ് കാഴ്ചവെച്ചിരിക്കുന്നു ഹക്കീമായി വന്ന ഗോകുൽ. ദാഹിച്ചു വലഞ്ഞ് മണൽ വാരി വായിലിട്ട് ഹക്കീം മരണമടയുന്ന രംഗം ഹൃദയഭേദകമായി ഗോകുൽ അവതരിപ്പിച്ചിട്ടുണ്ട്. സംഭാഷണങ്ങളുടെ പിന്തുണയില്ലാതെയാണ് നജീബിന്റെ യാതനകളും സംഘർഷങ്ങളും ബ്ലസ്സിയും ടീമും നമുക്ക് അനുഭവവേദ്യമാക്കുന്നത്. മരുഭൂമിയിലെ ഓരോ മണൽത്തരിയെയും എടുത്തു കാണിക്കുന്ന വിധത്തിലാണ് സുനിൽ കൈകാര്യം ചെയ്ത ക്യാമറയുടെ ചലനം. മണൽക്കാറ്റിന്റെ വരവ്, തിരമാലകൾ പോലെ മണൽ ഉയർന്നു പൊങ്ങുന്നത്, ഒരു നിമിഷം കൊണ്ട് മണൽക്കൂനകൾ ഇല്ലാതാകുന്നത്, ഇങ്ങനെ ഓരോന്നും ബ്ലസ്സിയുടെ സിഗ്നേച്ചർ പതിഞ്ഞവയാണ്. റസൂൽ പൂക്കുട്ടിയുടെയും AR റഹ്മാന്റെയും ഇന്ദ്രജാലം പറയാതെ വയ്യ. ഓരോ മേഖലയും ഒന്നിനൊന്നും മികച്ച ഇവിടെ ഗ്രാമത്തിൽ ചിത്രീകരിച്ച ചുരുക്കം ചില ഷോട്ട്സ് മാത്രമാണ് വേറിട്ട് നിന്ന പോലെ തോന്നിയത്. എന്നാൽ പുഴയിൽ തിമിർത്ത് ജീവിച്ചിരുന്ന തന്റെ കുടുംബത്തോടൊപ്പം സന്തോഷത്തോടെ കഴിഞ്ഞിരുന്ന നജീബിന്റെ ദിനങ്ങളും മരുഭൂമിയിലെ കഠിനമായ ചൂടിനോടും അറബിയുടെ ശിക്ഷാവിധികളോടും ഏകാന്തതയോടും മല്ലിടുന്ന നാളുകളും തമ്മിലുള്ള വൈരുദ്ധ്യം വരച്ചിടാൻ ബ്ലസ്സി കൂട്ടുപിടിക്കുന്ന ഫ്രെയിംസായി നമുക്ക് ഇതിനെ മനസ്സിലാക്കാവുന്നതേയുള്ളൂ. മനുഷ്യന്റെ ഭയവും ക്രൂരതയും എന്നീ രണ്ടു ഭാവങ്ങൾ പോലെ തന്നെയാണ് നജീബിന്റെ ഗ്രാമത്തിൽ നിന്നും മരുഭൂമിയിലേക്കുള്ളതും തിരിച്ചുമായ ട്രാൻസിഷൻസ്. ജീവിതത്തോടുള്ള അടങ്ങാത്ത പ്രണയമാണ് നജീബിന്റെ അതിജീവനത്തിനു പുറകിൽ. നോവലിലെ പല പ്രധാന സംഭവങ്ങളും സിനിമയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. എന്നാൽ 2 മണിക്കൂർ 53 മിനിറ്റ് നീളുന്ന ഈ സിനിമ മലയാളത്തിൽ ഇറങ്ങിയിട്ടുള്ളവയിൽ എക്കാലത്തെയും മികച്ചവയിൽ ഒന്നാണെന്ന് നിസ്സംശയം പറയാം. അടുത്ത ഒരു റിവ്യൂവിൽ വീണ്ടും കാണാം. ബൈ ഫ്രം പിതൂസ് വേൾഡ്.